പ്രിയപ്പെട്ടവരെ, ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അറ്റൻഷൻ. എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും അറ്റൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നോക്കാം. സെവറൽ ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും ആ ഫാക്ടേഴ്സ്? മോട്ടിവേഷൻ കുറഞ്ഞാലും അറ്റൻഷനെ അത് ബാധിക്കുന്നതാണ് അല്ലേ? അപ്പം നമുക്ക് മോട്ടിവേഷൻ വേണം. ഹയർ ഇൻട്രസ്റ്റ് ഓർ ഡിസയർ ഇൻക്രീസ് അറ്റൻഷൻ. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യത്തിൽ നമുക്ക് മോട്ടിവേഷനും കൂടുതലായിരിക്കും. കാരണം നമുക്കത് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കാരണം മോട്ടിവേഷൻ ഉണ്ടാകും അല്ല. അത് നമ്മുടെ അറ്റൻഷനെ എന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മോട്ടിവേഷൻ. പിന്നെ എക്സാമ്പിൾ നോക്കാം. എ സ്റ്റുഡൻറ്റ് സ്റ്റഡീസ് എ ടോപ്പിക് ദേ ലൈക്ക് മോർ അറ്റൻറ്റീവ്ലി. ഒരു കുട്ടിക്ക് ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണെങ്കിൽ ശ്രദ്ധിച്ച് അറ്റൻഷൻ കൊടുത്ത് നല്ല രീതിയിൽ ആ ടോപ്പിക്ക് പഠിക്കും. അടുത്തത് എന്താ? എറോസൽ ലെവൽ. എറോസൽ ലെവലിൽ പറയാനാണെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ളൊരു എറോസൽ ഉണ്ടെങ്കിൽ അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യും. ടു ഹൈ ആവാം, ടു ലോ ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതങ്ങ് റെഡ്യൂസും ആവുക. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ബീങ് സ്ലീപ്പി റെഡ്യൂസസ് അറ്റൻഷൻ ഡ്യൂറിങ് ദ ക്ലാസ്. അല്ലേ, ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നത് നമ്മുടെ അറ്റൻഷൻ കൂട്ടുമോ കുറയുമോ? കുറയ്ക്കും. തീർച്ചയായിട്ടും അറ്റൻഷൻ അവിടെ കുറയുക തന്നെ ചെയ്യും കേട്ടോ. ഫട്ടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തളർച്ച അല്ലേ. തളർച്ച ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കുമോ? ഇല്ല. ടയർഡ്നെസ് ഡിക്രീസസ് ദ അറ്റൻഷൻ സ്പാൻ. ടയർഡ്നെസ് എന്ത് ചെയ്യുന്നു? അറ്റൻഷൻ്റെ ആ ഒരു സ്പാൻ കുറയ്ക്കും. എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആയിട്ട് വരുന്നത് ലൗഡ് നോയ്സസ് ഓർ മൂവ്മെൻറ്റ് ക്യാൻ ഡൈവേർട്ട് അറ്റൻഷൻ. ഒരു ഭയങ്കരമായ അല്ലെങ്കിൽ ഒരു വലിയ ശബ്ദമൊക്കെ കേൾക്കുകയാണെങ്കിൽ അവിടെ അറ്റൻഷൻ ഡിസ്ട്രാക്റ്റായി പോകും. അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ. ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഇൻഡിവിജ്വലി നോക്കുമ്പോൾ നമുക്ക് ഏജ് വരുന്നുണ്ട്, ഇൻ്റലിജൻസ് വരുന്നുണ്ട്, പേഴ്സണാലിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈ വക കാര്യങ്ങളും അറ്റൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടാസ്കിൻ്റെ കോംപ്ലക്സിറ്റി. അതായത് സിമ്പിളായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് എളുപ്പം ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ അറ്റൻഷൻ അവിടെ കൂടുതലുണ്ടാകും. ഭയങ്കര പാടാണെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമോ? ഇല്ല. കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ മടിച്ചിരിക്കും. അറ്റൻഷനും കുറവായിരിക്കും. സിമ്പിൾ ടാസ്ക് ആർ ഈസിയർ ടു ഫോക്കസ് ഓൺ അതർ കോംപ്ലക്സ് വൺ. കോംപ്ലക്സ് ടാസ്കിനേക്കാളും നല്ലത് തന്നെയാണ്, അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് ഏതായിരിക്കും? സിമ്പിളായിട്ടുള്ള ടാസ്കുകളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് അറ്റൻഷൻ. അടുത്ത് നമുക്ക് നോക്കാം സ്പാൻ ഓഫ് അറ്റൻഷൻ. എന്താ ഈ സ്പാൻ ഓഫ് അറ്റൻഷൻ? സ്പാൻ ഓഫ് അറ്റൻഷൻ ഈസ് ദ ലെങ്ത് ഓഫ് ടൈം എ പേഴ്സൺ ക്യാൻ ഫോക്കസ് ഓൺ എ ടാസ്ക് വിത്തൗട്ട് ഗെറ്റിംഗ് ഡിസ്ട്രാക്റ്റഡ്. അതായത് സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു ലെങ്ത് ഓഫ് ടൈമാണ്, ഒരു സമയത്തിൻ്റെ ഒരു ലെങ്ത് ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം എത്രത്തോളം ആ ഒരു വ്യക്തിക്ക് ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിസ്ട്രാക്റ്റ് ആവാതെ എത്രത്തോളം ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതൊരു ലെങ്ത് ഓഫ് ടൈം ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എക്സാമ്പിൾ, 10-year-old ചൈൽഡ് മേ ഫോക്കസ് ഓൺ ടാസ്ക് ഫോർ 10 to 15 minutes. അല്ലേ, 10 വയസ്സായ ഒരു കുട്ടി ഒരു ടാസ്ക് കൊടുത്താൽ അതിൽ ഫോക്കസ് ചെയ്യുന്നത് 10 തൊട്ട് 15 മിനിറ്റ് വരെ ആയിരിക്കും. അതിനപ്പുറം ആ കുട്ടിക്ക് അത് ഫോക്കസ് ചെയ്യാൻ സാധിക്കില്ല. ഒരു അഡൾട്ട് ആണെങ്കിലോ ഫോക്കസ് ചെയ്യുന്നത് 20 to 40 minutes ആയിരിക്കും. പിന്നെ അതിനുശേഷം ചിലപ്പോൾ ഒരു തളർച്ചയും ഡിസ്ട്രാക്ഷൻസൊക്കെ ഉണ്ടാകാം. പിന്നെ ഈ സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി പ്ലാൻ ചെയ്യാനും അതുപോലെ തന്നെ വർക്ക് സെക്ഷൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും കുറേ നേരം അറ്റൻഷൻ കൊടുത്ത് പഠിക്കാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം പറ്റും. ആ പറ്റുന്ന സമയം നല്ലതായിട്ട് വർക്ക് ചെയ്യുക. ആ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക, പഠിക്കുന്ന സമയത്തുള്ള പോർഷൻസ്. ഓക്കെ, ഇനി ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഏജ്. നേരത്തെ പറഞ്ഞില്ലേ, കുട്ടികൾ, വലിയ ആൾക്കാർ വ്യത്യാസമാണ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്പാൻ ഓഫ് അറ്റൻഷൻ കൂടുതലായിരിക്കും. എൻഗേജ്മെൻറ്റ്, ഓക്കെ, അത് താല്പര്യം ഉള്ളതുപോലെ. സ്ലീപ്പ്, ഉറക്കം വന്നു കഴിഞ്ഞാൽ സ്പാൻ ഓഫ് അറ്റൻഷൻ കുറയും. ടെക്നോളജി ഇല്ലേ, അതായത് പെട്ടെന്ന് നമുക്ക്
മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വന്നു, ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂട്യൂബിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോകും. പഠിക്കുന്നത് ഡൈവേർട്ടായിട്ട് നമ്മൾ നേരെ ഇൻസ്റ്റാഗ്രാമിലേക്കോ അല്ലെങ്കിൽ യൂട്യൂബിലേക്കോ നോക്കാൻ പോകും. ഓക്കെ, അതാണ് ടെക്നോളജി നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മൾട്ടി ടാസ്കിങ്, അതായത് ഒരു സമയത്ത് രണ്ടിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ സ്പാൻ ഓഫ് അറ്റൻഷൻ അവിടെ കുറയും. ഓക്കെ, ഇതൊക്കെ സ്പാൻ ഓഫ് അറ്റൻഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ്. അടുത്ത് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷൻ. നമ്മുടെ അറ്റൻഷനിൽ ഒരു ഡിസ്ട്രാക്ഷൻ വന്നു. എനിത്തിങ് ദാറ്റ് ഡൈവേർട്ട് അറ്റൻഷൻ ഫ്രം ദ പ്രൈമറി ടാസ്ക് ഇസ് കോൾഡ് ഡിസ്ട്രാക്ഷൻ. ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യുകയാണ്, ആ കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എന്താണ്? അവിടെ ഒരു ഡിസ്ട്രാക്ഷൻ വന്നു, ഒരു തടസ്സം സംഭവിക്കുകയാണ്. അറ്റൻഷന് ഒരു തടസ്സം സംഭവിക്കുന്നതാണ് ഡിസ്ട്രാക്ഷൻ. ഓക്കെ, എക്സാമ്പിൾ, നോയ്സ് വൈൽ റീഡിങ് എ ബുക്ക്. ശാന്തമായിട്ടൊരാളിരുന്ന് ബുക്ക് വായിക്കുകയാണ്, പെട്ടെന്ന് അവിടെ ബഹളം വന്നു, അറ്റൻഷൻ ഡിസ്ട്രാക്റ്റായി. പിന്നെ മൊബൈൽ ഫോൺ നോട്ടിഫിക്കേഷൻ ഡ്യൂറിങ് സ്റ്റഡിങ്. പഠിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെയോ യൂട്യൂബിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയൊക്കെ. അപ്പോൾ പഠനം അവിടെ നിർത്തിയിട്ട് നേരെ അത് നോക്കാൻ പോയി. ഡിസ്ട്രാക്ഷൻ ഓഫ് അറ്റൻഷൻ. പിന്നെ ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ ഈ ചാപ്റ്റർ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത മൊഡ്യൂളുമായിട്ട് പിന്നീട് കാണാം. ബൈ ബൈ.